കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിൽ ആനയ്ക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചയാളെ ആന തട്ടി വീഴ്ത്തി. വനത്തിലൂടെ കടന്നു പോകുന്ന റോഡരികിലാണ് സംഭവം. വാഹനം നിർത്തുന്നതിന് കർശന നിരോധനമുള്ള മേഖലയിലാണ് ഇയാൾ പുറത്തിറങ്ങി സെൽഫി എടുക്കാൻ ശ്രമിച്ചത്. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, സാധാരണ ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക്, പരിചയമുള്ളവർക്ക് ഇത് അറിയാവുന്നതാണ്. പരിചയമുണ്ടെങ്കിൽ കൂടി ചില മനുഷ്യർ ഇത്തരത്തിൽ പെരുമാറുന്നത് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ആൾക്ക് പരിക്ക് സാരമായി ഉണ്ടോ? വിശദ വിവരങ്ങൾ എന്താണ് കമൽ? സംഭവം എന്ന നിലയിലാണ് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. മലയാളി വിനോദസഞ്ചാരി എന്ന രീതിയിലാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിനെക്കുറിച്ച് കാണുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഊട്ടി മൈസൂർ ദേശീയപാതയാണ്. അത് ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. ഗുണ്ടൽപേട്ടിന് ഏതാണ്ട് 21 കിലോമീറ്റർ അകലെ അതിലൊരു മയിൽക്കുറ്റി കാണാം. അതിൽ ഗുണ്ടൽപേട്ട 21 കിലോമീറ്റർ എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ കർണാടകയിലേക്ക് പോകുന്ന മലയാളി യാത്രക്കാർ സഞ്ചരിക്കുന്ന വഴിയാണത്. നിബിഡ വനമാണ് ഈ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിലെ ഏറ്റവും ഉള്ളിലുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ റോഡരികിൽ നിൽക്കുന്ന ഒരു ആനയുടെ സമീപത്തിറങ്ങി സെൽഫി എടുക്കാൻ ശ്രമിച്ചത്. നിരവധി വാഹനങ്ങൾ അവിടെ നിർത്തി ആനയെ നോക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഇയാൾ പുറത്തിറങ്ങി റോഡിൽ നിന്ന് മാറി കാടിന്റെ സൈഡിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആന ഇത്തരത്തിൽ ഇയാൾക്ക് നേരെ ചാർജ് ചെയ്യുന്നത്. എന്തായാലും ആന തട്ടിയിട്ട ശേഷം പിന്മാറി പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ജീവന് അപകടം ഉണ്ടായിട്ടില്ല. പക്ഷേ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ളതാണ് പ്രാഥമിക വിവരം.